നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായിയും കൂട്ടരും ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസിന് ആകെയുള്ള ആശ്വാസവും പിടിവള്ളിയും ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണെന്ന് വരുമ്പോൾ കോൺഗ്രസിന് മേൽ പിടിമുറുക്കാനുള്ള മുസ്ലിം ലീഗിൻ്റെ നീക്കങ്ങൾ ശക്തമാവുകയാണ്. CPM ഹൈന്ദവ വോട്ടുകളെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഭരണത്തിലെത്താൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയാലേ നിലനിൽക്കാൻ കഴിയൂ. കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ വോട്ടുകളുടെ പ്രധാന സ്രോതസ്സ്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ പ്രധാന സ്രോതസ്സ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനായിരിക്കും ഇനി UDFൽ നിർണായക സ്വാധീനമെന്ന് എല്ലാവരും പറയുന്നു. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരുമെല്ലാം ഭയപ്പെടുന്നത് പോലും UDF അധികാരത്തിലെത്തിയാൽ പിന്നെ അധികാരത്തിൻ്റെ കടിഞ്ഞാൺ മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ഒരു മറയുമില്ലാതെ ലീഗ് UDFൽ തങ്ങളുടെ സമ്മർദ്ദങ്ങൾ ശക്തമാക്കുകയാണ്. 33 സീറ്റ് വരെ വരുന്ന നിയമസഭയിൽ ചോദിക്കാനുള്ള നീക്കവുമായി ലീഗ് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു പ്രചരണവും എന്നുള്ള സൂചനകളും ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ലീഗ് സാധാരണഗതിയിൽ 25 സീറ്റിലാണ് മത്സരിക്കാറുള്ളത്. അത് വരും തവണ 26 27 സീറ്റാകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരുന്നുവെങ്കിലും 25 തന്നെ നിൽക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ 30 സീറ്റ് 33 സീറ്റ് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് ലീഗ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്നും അങ്ങനെ അവകാശപ്പെട്ടാലും തെറ്റില്ലെന്നുമുള്ള ചില സംസാരങ്ങൾ ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതെല്ലാം പ്രസംഗമധ്യേ പറഞ്ഞതാണെന്ന് ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആണയിടുമ്പോഴും ലീഗിൻ്റെ ഉള്ളിലിരിപ്പ് അത്ര നിസ്സാരമല്ല എന്ന് കോൺഗ്രസിനറിയാം. 30 സീറ്റ് ലഭിക്കുകയും 30 സീറ്റിലും ലീഗ് ജയിക്കുകയും ചെയ്താൽ, വേണ്ട 25 സീറ്റിലെങ്കിലും ലീഗ് ജയിച്ചാൽ, കാരണം ഇപ്പോൾ കോൺഗ്രസിന് 21 സീറ്റേ ഉള്ളൂ. വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര സീറ്റുകൾ കിട്ടുമെന്ന്, 21 നിന്ന് എത്ര കൂടുമെന്ന് കോൺഗ്രസിന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ലീഗ് ഒരു 25 സീറ്റിൽ ജയിക്കുകയും കോൺഗ്രസ് ഒരു 30 സീറ്റിൽ ജയിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ഭരണം കിട്ടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ ലീഗ് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏതായാലും കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFൽ ലീഗ് പിടിമുറുക്കുകയാണ്. ഹൈന്ദവ വോട്ടുകൾ കോൺഗ്രസിനെ കൈവിട്ട് കഴിഞ്ഞു എന്നുള്ള സൂചന ശക്തമായതോടുകൂടി ഇനി മുസ്ലിം വോട്ടുകളെയും ക്രൈസ്തവ വോട്ടുകളെയും ആശ്രയിച്ചാലേ കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ എന്ന് വ്യക്തമായതോടുകൂടി ലീഗ് തങ്ങളുടെ സ്വാധീനം കൂടുതൽ UDFൽ ചെലുത്തുകയാണ്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗ് നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ കണ്ടിരുന്നു. പ്രിയങ്കയും രാഹുലും ഒക്കെ വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറിയത് ലീഗിൻ്റെ പിന്തുണ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ലീഗ് ഇനിയും സ്വാധീനം UDFിൻ്റെ മേൽ വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു സൂചന ശക്തവുമാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് പുറത്തുവിടുന്നുമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിന് മുസ്ലിം വോട്ടുകൾ കിട്ടി അധികാരത്തിലേറണമെങ്കിൽ ലീഗിൻ്റെ സഹായം വേണം. സഹായം ലീഗ് അങ്ങനെ വെറുതെയൊന്നും ആർക്കും കൊടുക്കുകയുമില്ല. അപ്പോൾ ലീഗ് പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണം. അങ്ങനെ കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് UDFലെ സ്വയം പ്രഖ്യാപിത സർവശക്തനായ ഒരു ഘടകകക്ഷിയായി മാറുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. നാളെ മുതൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഹൈന്ദവ വോട്ടുകൾ കിട്ടാൻ കോൺഗ്രസ് നെട്ടോട്ടം ഓടുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിൻ്റെ പെട്ടിയിൽ വീഴണമെങ്കിൽ അത് ലീഗ് വിചാരിക്കണം എന്ന് തന്നെയാണ് ലീഗിൻ്റെ നേതാക്കൾ പറയുന്നത്. ഗതികെട്ട അവസരത്തിൽ, ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ ലീഗിനെ ആശ്രയിക്കാതെ കോൺഗ്രസിന് നിവർത്തിയുമില്ല. അതുകൊണ്ട് ലീഗ് തങ്ങളുടെ പിടി കോൺഗ്രസിനും UDFിനും മേൽ അനുദിനം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്.